എങ്ങനെയുണ്ട് ബാങ്കിങ് ലൈഫ്? 18 വർഷത്തെ ബാങ്കിങ് ലൈഫ്, ഹൗസ് ഇറ്റ് ഗോയിങ്? ലൈക്ക് ഫാമിലി ലൈഫ് കാര്യങ്ങളൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആണോ അതോ ഓക്കെ ആണോ, ഹാപ്പി ആണോ? ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ആണെന്ന് വെച്ചാൽ ഒബിയസ്ലി സ്ട്രെസ്ഡ് ആണ്. കാരണം പ്രൈവറ്റ് ബാങ്കിലും കൂടെ ആണല്ലോ വർക്ക് പ്രൈവറ്റ് ചെയ്യുന്നത്. ബാങ്കിൽ അപ്പോൾ ഒബിയസ്ലി ഞങ്ങൾ പറയുന്ന ഒരു ജോക്കുണ്ട്. മറ്റേ BP-യും മറ്റേ എന്താ പറയുക ഹൈപ്പർ ടെൻഷനും ഇല്ലാത്തൊരു ബാങ്കറെ കാണുന്നത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒബിയസ്ലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. പിന്നെ എന്താ പറയുന്നത്, നമ്മളുള്ള സ്ഥലത്ത് ഹാപ്പി. നമ്മുടെ എന്താ പറയുക ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഫാമിലി ടൈമും ബാങ്കിങ് ടൈമും നമ്മുടെ എന്താ പറയുക ഓഫീസ് ടൈമും ഫാമിലി ടൈമിങ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ഒരു അവധി കിട്ടിയതും ഫോർത്ത് സാറ്റർഡേ അവധി കിട്ടിയതും ഒരു ചെറിയ രീതിയിൽ സന്തോഷമാണ്. സോ ദാറ്റ് വി ക്യാൻ ഇപ്പൊ എല്ലാ സാലറി സൺഡേ അവധിയല്ല. വി ആർ ആസ്കിങ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ആൻഡ് തേർഡ് സാറ്റർഡേ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഗവൺമെൻറ് പോസിറ്റീവായിട്ടൊരു റിപ്ലൈ, ഗവൺമെൻറ് ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓർഡറായിട്ട് വന്നിട്ടില്ല. അതിപ്പം ഫ്യൂച്ചറിൽ ഇനി ഭാവിയിൽ പതുക്കെ സാറ്റർഡേ സൺഡേ മൊത്തത്തിൽ എല്ലാവർക്കും അവധി എന്നുള്ള രീതിയിലേക്ക് ആവും. ഞങ്ങൾ സോ ദാറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വിൽ ബി മോർ ഹാപ്പി. കാരണം അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് അവർ ഫാമിലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയാലോ ബാങ്കിങ് നെറ്റ്വർക്ക് ഇത്ര വാസ്റ്റ് ആയതുകൊണ്ട് RBIയുടെ നിയമമുണ്ട്. ഒരു ബാങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മോർ ദാൻ 5 years ഇരിക്കാൻ പാടില്ല നിയമമുണ്ട്. ഒരു ബ്രാഞ്ചിലോ? ഒരു ബ്രാഞ്ചിൽ ശേഖർ എന്നൊരു വ്യക്തി കോട്ടയം എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഒരു 5 കൊല്ലം, കാരണം റിസ്ക് ആണ്. ഓക്കെ. സോ ഒബിയസ്ലി ആഫ്റ്റർ 5 years ഹി ഷുഡ് ബി മൂവ്ഡ് ഔട്ട് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ബ്രാഞ്ച്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. സോ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ട്രാൻസ്ഫർ ആയി പോകാത്തതുകൊണ്ടാണോ നിങ്ങൾ 5 കൊല്ലം കൂടുമ്പോൾ ബാങ്ക് മാറുന്നത്, ജോലി മാറുന്നത്? കോട്ടയത്തിരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല, ഞാൻ കോട്ടയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ SBIയിൽ വർക്ക് ചെയ്യുമ്പോൾ ബാംഗ്ലൂരായിരുന്നു. പിന്നെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ നോക്കി കോട്ടയം അങ്ങനെയൊന്നും പട്ടികത്തിനൊന്നുമില്ല. അത് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കൊല്ലത്താണ്. കൊല്ലത്ത് പറഞ്ഞ സമയത്ത് ഡെയിലി ഇടയ്ക്ക് ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കൊച്ചി ടു കൊല്ലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഡെയിലി ചില സമയത്തൊക്കെ. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ട്രാൻസ്ഫർ അങ്ങനെ വരുമ്പോഴേക്കും ഒബിയസ്ലി മിക്ക ബാങ്കേഴ്സും ഹോം ടൗണിലായിരിക്കില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലത്തെ ലോങ് വീക്കെൻഡ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് ഹാവ് സം സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. മാത്രമല്ല ഞങ്ങൾ ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലീവ് വളരെ ലിമിറ്റഡാണ്. എല്ലാ ഗവൺമെൻറ് പറയുന്ന ലീവ് എന്ന് പറയുന്ന ലീവ് നമുക്ക് കിട്ടത്തില്ല. ഗവൺമെൻറ് കുറേ ലീവ് പറയും, കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ അടിയിൽ നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ലീവ് ഉള്ളൂ. ഇല്ലെങ്കിൽ വി ആർ സപ്പോസ് ടു വർക്ക്. സോ ഒബ്വിയസ്ലി ബാങ്ക് ഗവൺമെൻറ് എന്തെങ്കിലും പർട്ടിക്കുലർ ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അടിയിൽ NI ആക്ട് പ്രകാരം ലീവ് ആണോ എന്നാണ് നോക്കുന്നത്. ശരി, ഓക്കെ. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ധാരാളം ബാങ്കിങ് ജീവനക്കാർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്ത കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൻ്റെ പ്രഷർ കാരണം ധാരാളം ആത്മഹത്യകൾ ചെയ്ത ലോൺ എടുത്ത ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വാർത്തകളൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഈയിടെയായിട്ട് അങ്ങനെ കുറച്ച് വാർത്തകൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒബിയസ്ലി വി ആർ ഓൾ ഡ്രിവൺ ബൈ ടാർഗറ്റ്സ്. ഒബിയസ്ലി ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഹൗ വി കോപ്പ് അപ്പ് വിത്ത് അവർ പ്രഷർ, എന്താ പറയുക, എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വരുന്നില്ല. അതിൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന രീതി വേറെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിലേക്ക് റിയാക്ട് ചെയ്യുക ഉണ്ടാകുക. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ദിസ് ഇസ് ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ്. ഒബ്വിയസ്ലി അതും ഇതൊരു ഓപ്ഷനും അല്ലാതെ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. വി ക്യാൻ ഹാവ് ടു തിങ്ക് അതർ തിങ്സ്. നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു സം മെഡിറ്റേഷൻ, പ്രാണായാമ. അമ്പലത്തിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, വിശ്വാസികൾ അവിശ്വാസികളുണ്ടാകും. ബട്ട് വി ക്യാൻ ഡു സം പ്രാണായാമ ആൻഡ് ഡു സം പ്രോപ്പർ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്. അതൊക്കെ ഒരു വിശ്വാസത്തിലും ബാധിക്കുന്നതല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ദീസ് തിങ്സ് വിൽ ഗീവ് സം മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ പവർ ടു ഓവർകം ഓൾ ദിസ് സ്ട്രെസ് ആൻഡ് ഫിസിക്കൽ തിങ്സ്. കാരണം ഇരുന്നുള്ള ജോലിയല്ലേ, രാവിലെ തൊട്ട് രാത്രി വരെ. നടുവേദന ഒബ്വിയസ്ലി ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ബീങ് എ ബ്രാഞ്ച് മാനേജർ ആണെങ്കിൽ പോലും എനിക്ക് സത്യം പറയാമല്ലോ, ബ്രാഞ്ചിൽ പ്രോപ്പറായിട്ടൊന്ന് ഇരിക്കാനുള്ള സമയം കിട്ടാന്ന് വെച്ചാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്നാലായി എന്നാണ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കസ്റ്റമർ വിസിറ്റ്സ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് ബെയർ മിനിമം കസ്റ്റമേഴ്സ് നമുക്ക് പെർ ഡേ മീറ്റ് ചെയ്യാൻ കമ്പനി ബാങ്കിൻ്റെ കുറച്ച് ഡയറക്ടീവ്സ് ഉണ്ടാവും. മാത്രമേ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടേ പറ്റത്തുള്ളൂ. സോ ഒബ്വിയസ്ലി രാവിലെ നമ്മൾ വന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ഡയറി എടുത്ത് നമ്മുടെ സ്കെഡ്യൂൾ പ്രോപ്പറായിട്ട് അപ്പോയിൻമെൻറ്റ്സ് ഫിക്സ് ചെയ്ത് കസ്റ്റമേഴ്സ് മീറ്റ് ചെയ്യും. നമ്മുടെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ടൈമിംഗ് ആയിരിക്കില്ല. 2 മണി 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ ടൈമിംഗ്. അപ്പോയിൻമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. സോ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. തീർച്ചയായിട്ടും എന്നെ പോലൊക്കെ തന്നെ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലൊക്കെ തന്നെയാണ് പ്രശ്നം. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ, കൊളസ്ട്രോൾ, BP, ഹൈപ്പർ ടെൻഷനൊക്കെ
പിന്നെ അതിനകത്ത് നമ്മൾ എന്താ പറയുക, നമ്മളെ ഹൗ വി എൻഗേജ് ആൻഡ് ഹൗ വി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിട്ടുന്ന സ്പെയർ ടൈം ഹൗ വി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈക്ക് ദാറ്റ് നമ്മൾ നമ്മുടെ ഒരു ബോഡി കീപ്പ് അപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ലൈക്ക് വാട്ട് ആർ യുവർ ഹോബീസ്? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എൻ്റെ ഹോബിയാണ്. ചെറിയൊരു വലിയ ഹെവി ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല പറഞ്ഞാൽ പോലും ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു ഫോട്ടോഗ്രാഫി പേജ് ഉണ്ട്. പിന്നെ ഐ റിയലി ലവ് ടു ട്രാവൽ എ ലോട്ട്. ട്രാവലിംഗ് ക്രേസാണ്. ട്രാവലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സോളോ ട്രാവലിംഗ് എനിക്ക് താല്പര്യം. ഒറ്റയ്ക്ക് പോയി പല സ്ഥലങ്ങളിലേക്ക് പോവുക, എൻജോയ് ചെയ്യുക. പിന്നെ റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് കോർ ആണ്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ശമ്പളത്തിൽ വീട്ടുകാരെന്ന് തന്നെ പറയും, ഞാൻ പൈസ മുടക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ട് വൺ ഓഫ് ദ തിങ്സ് പറഞ്ഞാൽ ബുക്സിനാണ്. വീട്ടിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഹാർഡ് കോർ റീഡിംഗ് ആണ്. ചില സ്പെഷ്യലൈസ്ഡ് ഓതേഴ്സ് ഉണ്ട്, ഡാൻ ബ്രൗൺ പോലെ ആൾക്കാർക്ക് എൻ്റെ ഫേവറേറ്റാണ്. അവരൊക്കെ ബുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ടപ്പേ അപ്പോൾ വാങ്ങിച്ചിരിക്കും. റേറ്റ് വല്ലതും നോക്കാറില്ല. അങ്ങനെ ലൈക്ക് ദാറ്റ്.